ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രീസിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനെ പറ്റിയിട്ടാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ദോസ് എക്സ്പെൻസസ് വിച്ച് ബിക്കം ഡ്യൂ, അതായത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനുള്ള എക്സ്പെൻസസ് ഏതാണോ അവയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസുകൾ എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ബട്ട് നോട്ട് യെറ്റ് ഹാവ് ബീൻ പെയ്ഡ്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തു, പക്ഷേ അത് ഇതുവരെ പേ ചെയ്തിട്ടില്ല. എത്രയാണോ അതിനുള്ള എമൗണ്ട്, ആ എമൗണ്ട് ഇതുവരെ ബിസിനസ് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെൻസസുകളെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസുകൾ എന്ന കാറ്റഗറിയിലാണ് കാണിക്കുന്നത്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പേ ഓഫ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസുകൾ എന്തെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നുള്ളൊരു ഐറ്റം നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നേരം വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ്ലി നമ്മൾ അതിനൊരു ജേർണൽ എൻട്രി പാസ്സാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഐറ്റം കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുക. ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്ത് അത് ആ ഒരു എക്സ്പെൻസസ് എന്ന് പറയുന്നത് ജേർണൽ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട് എന്നാണ്. അതായത് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. സോ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നാണ്. സോ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു എന്താണ്, അത് എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഈ അക്കൗണ്ട്സിൻ്റെ എല്ലാം ഒരു ക്ലാസ്, ജേർണൽ എൻട്രി ട്രാൻസ്ഫർ ചെയ്യുന്നൊരു ക്ലാസ് ഞാൻ നേരത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ് ഒരു എക്സ്റ്റേണൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലെ എംപ്ലോയീസിന് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റിയാണ്. സോ അത് പേഴ്സൺസ് തമ്മിലുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ വെച്ച് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗീവർ. ഇപ്പോൾ ബിസിനസ് എംപ്ലോയീസിന് സാലറി കൊടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് പോവുകയാണ്. സോ ക്രെഡിറ്റ് ദ ഗിവർ ആയതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ദ ജേർണൽ എൻട്രി വിൽ ബിക്കം എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അക്കൗണ്ട്. ഇനി നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിനകത്ത് പറയുന്ന ഇതാണ്: wages paid during the year 2018 is 2,200 and wages outstanding on 31st December 2008 is 200. അതായത് 2018 എന്ന് പറയുന്ന വർഷത്തെ വേജ് പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് 2,200 ആണ്. ഡിസംബർ 31st 2008 വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 200 ഉണ്ട്. അതായത് 2,200 രൂപയുടെ ട്രാൻസാക്ഷൻ ബിസിനസ് ഒരു വർഷത്തേക്ക് പേ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഡിസംബർ 31 ബുക്ക് അത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് 200 എന്ന് പറയുന്ന ഒരു എമൗണ്ട്, വേജസിൻ്റെ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ഇവിടെ വേജസ് ആണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജേർണൽ എൻട്രി എക്സ്പെൻസസ് അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നുള്ള സ്ഥാനത്ത് എക്സ്പെൻസ് അക്കൗണ്ടിന് പകരം വേജസ് അക്കൗണ്ട് എഴുതുക. വേജസ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണോ ഔട്ട്സ്റ്റാൻഡിംഗ് വന്നിരിക്കുന്നത്, ഇവിടെ 200 ആണ്. സോ ഔട്ട്സ്റ്റാൻഡിംഗ് വന്നിരിക്കുന്ന എമൗണ്ട് ഡെബിറ്റ് ചെയ്യുക. വേജസ് അക്കൗണ്ട് ഡെറ്റർ 200 ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. എന്തിലേക്കാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വേജ് ആയിട്ടാണ് 200 ഇവിടെ മാറിയിരിക്കുന്നത്. സോ ഔട്ട്സ്റ്റാൻഡിംഗ് വേജിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അക്കൗണ്ട് ₹200. ഇതാണ് ഇതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഐറ്റം, അതായത് നമ്മളിപ്പോൾ ജേർണൽ എൻട്രി എഴുതി വെച്ചിരിക്കുകയാണ് വേജസ് അക്കൗണ്ട് ഡെറ്റർ 200 ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 200. സോ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർത്തോണം, ഇതിന് 2 ട്രാൻസാക്ഷൻസ് ഉണ്ട്, 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ കാണിക്കണം. കാരണം ഇത് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഐറ്റം ഒക്യൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അത് നമ്മൾ ട്രയൽ ബാലൻസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രീസ് ഒന്നും നമ്മൾ അന്നേരം പാസ്സാക്കിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അതിന് 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മളത് കാണിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ.
സോ അതിൻ്റെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ വേജസ് ആയതുകൊണ്ട്, വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേജസിന്റെ ആക്ച്വൽ എമൗണ്ട് ആ ഒരു ഇയറിൽ എത്രയാണോ അത് നമ്മൾ ആദ്യം ഇന്നർ കോളത്തിൽ എഴുതുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ അത് 2018 2200 ആണ് നമുക്ക് ആക്ച്വൽ ആയിട്ട് വേജ് പേ ചെയ്തിട്ടുള്ള എമൗണ്ട്. സോ അത് നമ്മൾ ഇന്നർ കോളത്തിൽ ആദ്യം എഴുതുന്നു. അതിനുശേഷം ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞ് എത്ര എമൗണ്ട് ആണോ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് ആ എമൗണ്ട് അതിൻ്റെ താഴെ എഴുതുന്നു. ഇവിടെ 200 ആണ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറയുന്നത്. സോ 2200ഉം 200ഉം കൂടി ആഡ് ചെയ്ത് നമുക്ക് അതായത് നമ്മുടെ ഔട്ടർ കോളത്തിൽ 2400 എന്നുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നു. അതാണ് ഒരു അഡ്ജസ്റ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് വന്നാൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് വേജ് ആണ്. അതായത് ബിസിനസ്സിന് പുറത്തേക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലൈബിലിറ്റി ആണ്. സോ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഈസ് എ ലൈബിലിറ്റി. സോ ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ എത്ര രൂപയാണോ ഔട്ട്സ്റ്റാൻഡിംഗ് വേജ് നമുക്ക് വന്നിട്ടുള്ളത് ആ എമൗണ്ട് മാത്രം ലൈബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കുക. ആക്ച്വലായിട്ട് ആ ഒരു ഇയറിൽ വന്ന എമൗണ്ട് നമ്മൾ ഒരിക്കലും കാണിക്കാൻ പാടില്ല. കാരണം അതിന്റെ ട്രാൻസാക്ഷൻ നമ്മൾ ഓൾറെഡി പ്രൊസീഡ് ചെയ്തതാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എക്സ്പെൻസിന്റെ ട്രാൻസാക്ഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യാത്തത് കൊണ്ട് അത് നമ്മൾ ലൈബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ നമ്മൾ ആ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എത്രയാണോ അത് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഐറ്റം വന്നു കഴിഞ്ഞാൽ ഇത്രയും ട്രാൻസാക്ഷൻസ് നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ.